അങ്ങനെ IPLലെ CSKയുടെ ആദ്യത്തെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒട്ടുമുക്ക ആൾക്കാരും ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു മത്സരമായിരുന്നു അത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സഞ്ജു ആദ്യമായിട്ട് CSK ജേഴ്സിയിൽ, അതും പുള്ളിയുടെ പഴയ ടീമിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ തന്നെ ഇറങ്ങുന്നു എന്നുള്ള കുറേ പ്രത്യേകതകളൊക്കെ കൊണ്ട് ഒത്തിരി മലയാളികൾ എനിക്ക് തോന്നുന്നു കാത്തിരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇത്. അപ്പം ഞാൻ ഇതിന് മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സഞ്ജുവിനെ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കോച്ചും ടീം പ്ലേയേഴ്സും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു RR. അപ്പം എന്താ പറയുന്നത്, അവർക്ക് നല്ല രീതിയിൽ തന്നെ സഞ്ജുവിനോട് റെസ്പോണ്ട് ചെയ്ത് വളരെ മികച്ച ഒരു ബോളിൽ കൂടെ തന്നെ ബർഗറിന് സഞ്ജുവിൻ്റെ വിക്കറ്റ് നേടാൻ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതൊന്നുമല്ല കാര്യങ്ങൾ. അപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് CSK ആദ്യത്തെ മത്സരത്തിൽ തോക്കാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ. ഒന്ന്, ടോസ് ഒരു ഫാക്ടറായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കളി തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു പിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അതിന് മുന്നേ തന്നെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം കവറിൽ കിടക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് ഒത്തിരി ഈർപ്പം ഉണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിന് കളിക്കാനായിട്ട് വളരെ പാടായിരിക്കും. പ്രത്യേകിച്ച് സീം ബോളേഴ്സിന് നല്ല രീതിയിൽ അസിസ്റ്റൻസ് കിട്ടുന്ന ഒരു സമയമായിരിക്കും അത്. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഓപ്പണിങ്ങിന് ഇറങ്ങിയ സഞ്ജുവിനും ഋതുരാജനും എന്താ പറയുന്നത്, വന്ന ബോളുകളെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ, അതായത് രാജസ്ഥാൻ ടോസ് നേടി ആ ടോസിനോട് നന്നായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്തു രാജസ്ഥാൻ ബോളേഴ്സ്. ആർച്ചർ ആണെങ്കിലും ബർഗർ ആണെങ്കിലും തുടങ്ങിയ പവർ പ്ലേയിലെ ഓവേഴ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് എറിഞ്ഞത്. കാരണം ആ വന്ന ബോളേഴ്സ് എല്ലാം കണ്ടു തന്നെ നമുക്കറിയാം നല്ല ലൈനും നല്ല ലെന്തും. സഞ്ജു ഔട്ടായ ബോൾ എസ്പെഷ്യലി. പിന്നെ ഋതുരാജും പുള്ളി ഒന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് പുള്ളിയുടെ വിക്കറ്റ് പോയി. പിന്നാലെ വന്ന ആയുഷ് മാത്രേ ഒരു ബൗൺസറിൽ ഔട്ടായി. പിന്നെ ഓവർ അഗ്രസീവായിട്ട് വന്ന സർഫ്രാസ് ഖാൻ, ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കിയ സർഫ്രാസ് ഖാൻ എനിക്ക് തോന്നുന്നു ഒന്ന് ആങ്കർ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ ജാമ്യ ഓട്ടം കാണിച്ച പോലെ ഒന്ന് ആങ്കർ ചെയ്ത് കളിക്കാൻ ശ്രമിച്ചിരുന്നുണ്ടെങ്കിൽ ടുവാർഡ്സ് ദി എൻഡ് മേ ബി അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റി ഒരു 140, 150 അല്ലെങ്കിൽ 160 വരെ ഒരു സ്കോർ ടാർഗറ്റ് ചെയ്യാമായിരുന്നു. പിന്നെ അടുത്തൊരു കാര്യം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ശിവൻ ദൂബെ, പുള്ളി സ്പിന്നിനെതിരെ നന്നായിട്ട് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. ഫസ്റ്റ് ബോൾ ജഡേജയ്ക്കെതിരെ 6 അടിച്ച് തന്നെ തുടങ്ങി. അടുത്ത ബോളിലും എനിക്ക് തോന്നുന്ന പുള്ളി അറ്റാക്ക് ചെയ്യാൻ നോക്കി, ഇപ്പോഴത്തേക്ക് ടൈമിങ് ശരിയായില്ല, ക്യാച്ച് ഔട്ടായി. അപ്പം ഇങ്ങനെ തുരെ വിക്കറ്റ് പോയൊരു സിറ്റുവേഷനിൽ അറ്റ്ലീസ്റ്റ് ഒരാൾ എങ്കിലും ആങ്കർ ചെയ്ത് കളിക്കാൻ നോക്കിയിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു പാർ സ്കോറിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പ്ലേയിൽ തന്നെ സൂര്യവംശിക്ക് CSK ഒരു ചാൻസ് കൊടുത്തു, ലൈഫ് കൊടുത്തു. പുള്ളി അത് മുതലാക്കി. പവർ പ്ലേ കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് CSK ആ ഒരു ഗെയിമിൽ നിന്ന് തന്നെ എലിമിനേറ്റ് ആയി. അങ്ങനെയുള്ള കുറച്ച് കാരണങ്ങളാണ് മെയിനായിട്ടും CSKയുടെ പരാജയ കാരണം. പിന്നെ ഞാൻ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ CSKയുടെ ഒരു ബോളിങ് അവർക്ക് ഒരു വലിയ കൺസേൺ തന്നെയാണ്. പക്ഷേ ഞാൻ അപ്പോഴും പറഞ്ഞിരുന്നു ബാറ്റിംഗ് ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇതുപോലൊരു പിച്ചിൽ എനിക്ക് തോന്നുന്നത് ബാറ്റ്സ്മാൻമാർ കുറച്ചുകൂടെ ഉത്തരവാദിത്തോടു കൂടി സ്റ്റാൻഡിങ് ചെയ്ത് കളിക്കാൻ നോക്കണമായിരുന്നു. സാധാരണ T20 പോലെ തന്നെ ഓവർ അഗ്രഷൻ കാണിച്ച് വിക്കറ്റുകൾ പോയി. അവസാനമായപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, അതിന് ഏറ്റവും വലിയൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമുക്ക് ഇന്നലെ കണ്ടത് ജാമ്യ ഓട്ടൻ്റെ ഒരു ഇന്നിങ്സ്. പുള്ളി തുടക്കത്തിൽ വളരെ നോക്കി കളിച്ച് അവസാനമാകുമ്പോഴത്തേന് പുള്ളിയെ കൊണ്ടാവുന്ന രീതിയിൽ ആക്സിലേറ്റ് ചെയ്യാൻ നോക്കി. പുള്ളിയുടെ ആ ഒരു ഇന്നിങ്സ് ഉള്ളതുകൊണ്ടാണ് ചെന്നൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു റെസ്പെക്റ്റബിൾ ടോട്ടലിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പം തുടർച്ചയായുള്ള ഒരു 200+ ടോട്ടൽക്കിടയിൽ വ്യത്യസ്തമായ ഒരു ടോട്ടലായിരുന്നു ചെന്നൈയുടെ എന്ന് പറഞ്ഞാലും ഈ 120+ ടോട്ടൽ. അപ്പം ബോളർമാർക്ക് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും അസിസ്റ്റൻസ് ഉള്ള ഒരു പിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് നമുക്ക് ഇന്നലെ കാണാൻ പറ്റി. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കളികളിൽ CSKയും സഞ്ജുവും വളരെ നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരും എന്ന പ്രതീക്ഷ കൊണ്ട് നമുക്ക് വീഡിയോ അവിടെ അവസാനിപ്പിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.